വി.ടി. ബൽറാം എം.എൽ.എയും ബി.ജെ.പി. നേതാവ് കെ. സുരേന്ദ്രനും തമ്മിൽ ഫേസ്ബുക്ക് തല്ല്. അച്ചാദിൻ വരാൻ 25 വർഷമെടുക്കുമെന്ന അമിത്ഷായുടെ പ്രസ്താവനയും ബൽറാം അതിനെ പരിഹസിച്ചിട്ട പോസ്റ്റും അതിനു മറുപടിയായി കെ. സുരേന്ദ്രൻ രംഗത്തെത്തിയതുമാണ് ഓൺലൈൻ യുദ്ധത്തിന് കാരണമായത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി. വാഗ്ദാനം ചെയ്ത അച്ചാദിൻ വരാൻ 1/4 നൂറ്റാണ്ട് വേണമെന്ന അമിത്ഷായുടെ പ്രസ്താവനയോട് പ്രതികരിച്ച് വി.ടി. ബൽറാം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് ഓൺലൈൻ യുദ്ധത്തിന് തുടക്കമിട്ടത്. ഇന്ത്യ ഒന്നാമതെത്താൻ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ ബി.ജെ.പി. ഭരിക്കുന്ന 1/4 നൂറ്റാണ്ട് വേണമെന്ന ബി.ജെ.പി. അധ്യക്ഷന്റെ പ്രസ്താവനയെ തൃത്താല എം.എൽ.എ. ബൽറാം കണക്കിന് പരിഹസിച്ചു. അച്ചാദിൻ എന്നുവരുമെന്ന് ഹിന്ദി നന്നായി അറിയാവുന്ന കാര്യാലയത്തിലെ പ്രാന്തപ്രമുഖന്മാരോ പ്രമുഖ പ്രാന്തന്മാരോ ആരാണെന്ന് വെച്ചാൽ അമിത് ഷാജിയോട് നേരിട്ട് ചോദിച്ച് പറഞ്ഞു തരണമെന്ന് ബൽറാം എഴുതി. കെ. സുരേന്ദ്രൻ ബൽറാമിന് മറുപടി എത്തിയതോടെ സൈബർ തല്ല് തുടങ്ങി. ബൽറാമിനെ ബലരാമ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സുരേന്ദ്രൻ പോസ്റ്റ് തുടങ്ങിയത്. ഇന്ത്യ സമസ്ത മേഖലയിലും ഒന്നാമതെത്താൻ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ അടുത്ത 1/4 നൂറ്റാണ്ട് ബി.ജെ.പി. തന്നെ ഭരിക്കണം. തൃത്താലയിൽ 500 വോട്ടിന് ജയിച്ച് ഫേസ്ബുക്കിൽ ജീവിക്കുന്ന ബൽറാം ഹിന്ദി അറിയാവുന്ന ട്യൂഷൻ ടീച്ചറെ വെക്കണമെന്നും സുരേന്ദ്രൻ മറുപടി എഴുതി. എന്നാൽ കെ. സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വി.ടി. ബൽറാം മറുപടി പോസ്റ്റ് ചെയ്തു. ബലരാമ എന്ന വിളിക്ക് പകരത്തിന് കൈരേഖ സുരേട്ട എന്നാണ് ബൽറാം കെ. സുരേന്ദ്രനെ വിളിക്കുന്നത്. തൃത്താലയിൽ താൻ ജയിച്ചത് 500 വോട്ടിനല്ല 3197 വോട്ടിനാണ്. അങ്ങനെയുള്ള ജനവിധിയുടെ മഹത്വം അറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ സ്വയം ജയിച്ചു കാണിക്കണമെന്നും ബൽറാം മറുപടിയിട്ടു. ഇതിനു മറുപടിയുമായി ഇന്ന് വീണ്ടും കെ. സുരേന്ദ്രന്റെ പോസ്റ്റ് എത്തി. ബൽറാമിനെ തൃത്താലയിലെ പ്രധാനമന്ത്രി എന്നാണ് പുതിയ പോസ്റ്റിൽ സുരേന്ദ്രൻ വിശേഷിപ്പിക്കുന്നത്. കൈരേഖയും DNA ഒക്കെ ചില ഉറപ്പിന്റെ അടയാളങ്ങളാണ്. അത് മാറ്റാൻ ആവുന്നതുമല്ലെന്ന് സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. 8 പാർട്ടികൾ ഒന്നിച്ചു മത്സരിച്ചാണ് മഞ്ചേശ്വരത്ത് തന്നെ തോൽപ്പിച്ചതെന്നും സുരേന്ദ്രൻ എഴുതി. ന്യൂ മീഡിയ ഡെസ്ക് റിപ്പോർട്ടർ.